വെടിക്കെട്ട് അപകടങ്ങൾ നമ്മൾ ധാരാളമായി കാണുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ അപകടം കേരളത്തിലുണ്ടായത് 2016, അത് ഏപ്രിൽ 10. ഏപ്രിൽ എന്ന് പറയുന്നൊരു വല്ലാത്ത സമയമാണ്. ഏപ്രിൽ മാസം ഒന്നാമത് ചൂടാണ് ഏപ്രിൽ മാസത്തിൽ. അപ്പോൾ പുറ്റിങ്ങൽ ദേവീക്ഷേത്രം, അതായത് കൊല്ലത്ത് പരവൂര്, എൻ്റെ ജില്ലയാണ് കൊല്ലം, അവിടെ പരവൂർ പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിന് പടക്കത്തിന് തീ പിടിച്ചതാണ് പ്രശ്നമായി. പടക്കശാല അവിടെ തന്നെ യഥാർത്ഥത്തിൽ അവിടെ ബ്ലാസ്റ്റിംഗ് നടന്ന പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ തീ പിടിച്ചു. ഏതാണ്ട് 15,000-ഓളം ആളുകൾ ഒരു ചെറിയ സ്ഥലത്ത് തിങ്ങിക്കൂടി നിന്നു. അതിൽ അന്ന് 111 പേരാണ് കൊല്ലപ്പെട്ടത്, മരിച്ചത്. അപ്പോൾ അത് വലിയ കൊള്ളൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അതേ തുടർന്ന് ഹൈക്കോടതി തന്നെ ഈ ഒരുപാട് ഗൈഡ് ലൈൻസൊക്കെ ഇതിനെ സംബന്ധിച്ചുണ്ടാക്കി. അതായത് പടക്കം എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുണ്ടാക്കി. അതിന് ചില നിരോധനങ്ങളൊക്കെ ഏർപ്പെടുത്തി. അങ്ങനെയൊക്കെ വന്നു. അങ്ങനെയുള്ള പ്രശ്നമുണ്ടായി. ഇത് കഴിഞ്ഞിട്ടിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഈ കഴിഞ്ഞ, അതായത് 19-ാം തീയതി തമിഴ്നാട്ടിൽ അവിടെ മധുരയിൽ നിന്ന് കുറച്ച് ദൂരം മാറി വിരുദുനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ 2 എക്സ്പ്ലോഷനാണ് ഉണ്ടായത്. ആദ്യമുള്ളത് എക്സൽ ഫയർ വർക്ക്സ് വെമ്പക്കോട്ടൈ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ ഫയർ വർക്ക്സിൽ ഒരാൾ ഇതുപോലെ എക്സ്പ്ലോഷൻ ഉണ്ടായി, ബ്ലാസ്റ്റ് ഉണ്ടായി, ഒരാൾ കൊല്ലപ്പെട്ടു. 2 പേർക്ക് ഗുരുതരമായ പരിക്ക് പറ്റി. ഗുരുതരമായ പരിക്കെന്ന് പറയുന്നത് 100% പൊള്ളൽ, അതേപോലെ തന്നെ 80% പൊള്ളൽ. ഈ 80% പൊള്ളലൊക്കെ ഉള്ള ആളുകളെന്ന് പറഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. 100% പൊള്ളലിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ 3 പേര് അവിടെ കൊല്ലപ്പെട്ടു. അതുണ്ടായത് ഇതിന് തൊട്ട് മുമ്പാണ്. അതായത് അതും ഈ കഴിഞ്ഞ ഏപ്രിലിൽ തന്നെയാണ് ഇതുണ്ടായത്, വന്നേക്കുന്ന ആ സംഭവം ഉണ്ടായത്. അതേപോലെ തന്നെ വിരുദുനഗറിൽ 19-ാം തീയതി തന്നെ വനജ ഫയർ വർക്ക്സ് ഫാക്ടറി എന്ന് പറയുന്ന പടക്ക നിർമ്മാണശാലയിൽ, വനജ ഫയർ വർക്ക്സ് ഫാക്ടറി, അവിടെ അത് കട്ടനാർപട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഉണ്ടായ എക്സ്പ്ലോഷൻ അതിഭയങ്കരമായ എക്സ്പ്ലോഷനാണ്. 23 പേര് കൊല്ലപ്പെട്ടു. അതിൽ ഐഡൻറ്റിഫൈ ചെയ്ത് 19 പേരെ മാത്രമേ തിരിച്ചറിഞ്ഞുള്ളൂ. ആ തിരിച്ചറിഞ്ഞതിൽ 16 സ്ത്രീകളും 3 പുരുഷന്മാരുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെ കൂടുതലും സ്ത്രീകളാണ് ഈ പടക്ക നിർമ്മാണശാലയിൽ ജോലി ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ അനുഭവം നമുക്കുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് തൃശ്ശൂരെ കാര്യമാണ്. അതീവ ദുഃഖകരമായ സംഭവമാണ് ഇന്ന് തൃശ്ശൂരുണ്ടായത്. അവരെ ഈ പടക്ക നിർമ്മാണശാലയിൽ, അതായത് ഈ നമ്മളെ മുണ്ടത്തിക്കോടെന്ന് പറയുന്ന സ്ഥലത്തുള്ള കുണ്ടുംകുളം പാടശേഖരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പാടമാണ് അവിടെ. അത് ഈ മുണ്ടത്തിക്കോട് സതീഷ് എന്ന് പറയുന്ന ഈ പടക്ക നിർമ്മാണ ലൈസൻസിയുടെ വകയാണ്. ആ ഒരു 6 ഏക്കറോളം വരുന്ന പുരയിടം ഈ പാടത്തിൻ്റെ നടുവിലാണ്. അപ്പോൾ അവിടെ കുറേ തെങ്ങുകളൊക്കെ അതിന് ചുറ്റുമുണ്ട്, കുറേ മരങ്ങൾ, ഈ പാഴ്മരങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ഏതാണ്ട് 12ഓളം ഷെഡുകളാണ് അതിനകത്തുണ്ടായിരുന്നത്. അതിനകത്ത് ആളുകളെ രാവിലെ പോയി ഏഷ്യാനെറ്റ് സംഘവും അതുപോലെ തന്നെ മറ്റ് ചാനലുകളുമൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനോരമയുടെ ടീമും ഉണ്ട്. അവർ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അവർ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരുന്നിട്ട് കരിമരുന്നൊക്കെ ഇങ്ങനെ തേക്കുക ഓരോന്നിലെ ഈ ചരടിൽ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അത് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. എല്ലാം പ്രായമുള്ളവരാണ്, ചെറുപ്പക്കാരൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അവർ പാട്ടുമൊക്കെ പാടി ഉല്ലസിച്ച് വളരെ സന്തോഷമായിട്ടാണ് ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്തത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ തൃശ്ശൂർ പൂരം ഉടനെ 26-ാം തീയതി നടക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ പൂരത്തിന് വെടിക്കെട്ടുണ്ട്. തൃശ്ശൂർക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നതാണ് തൃശ്ശൂർ.
എനിക്ക് ഈ തൃശ്ശൂരുമായിട്ടുള്ള വളരെ അടുത്ത ബന്ധമുള്ളത്, ഞാൻ 3 വർഷം അവിടെ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജായിട്ട് ജോലി ചെയ്തതാണ്. അപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ പ്രത്യേകത ഞാൻ പഠിച്ചിട്ടുണ്ട്. അവിടുത്തെ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് ശബ്ദം. എത്രയും കൂടുതൽ ശബ്ദം കേൾക്കുന്നോ അത് അവർക്ക് ഇഷ്ടമാണ്. പിന്നെ രണ്ടാമത്തത് വെളിച്ചം. അതുപോലെ അതായത് കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കാണണം. അതാണല്ലോ നമ്മൾ ഈ കുടമാറ്റമൊക്കെ കാണുന്നത്, വളരെ കളർഫുള്ളല്ലേ, അത് നിർബന്ധമാണ്. പിന്നെ അവർക്ക് അടുത്തത് ഉള്ളതെന്ന് പറഞ്ഞാൽ വെടിക്കെട്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ശബ്ദം. ആ ശബ്ദം, വെടിക്കെട്ട്, നമ്മൾ അതുപോലെ ചെണ്ടമേളം നമ്മൾ കാണുന്നില്ലേ, തായമ്പക, ഇതൊക്കെ നമ്മൾ അതുപോലെ ഈ ഇലഞ്ഞിത്തറ മേളമൊക്കെ നമ്മൾ കാണത്തില്ലേ, ഇത്രയും ശബ്ദം അവർക്ക് വളരെ ഇഷ്ടമാണ്. ആ സൗണ്ട് അത് വേണം. ഇത് മാത്രമല്ല, അവിടെ ഞാൻ ഈ പുത്തമ്പള്ളിയിലും അതുപോലെ മറ്റൊരു വലിയ ചർച്ചിലും എന്നെ ഇതുപോലെ സമ്മാനദാനത്തിന് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അന്ന് വളരെ അങ്ങ് തെങ്ങി നിൽക്കുന്ന ഇടയിലുള്ള ബാൻഡ് മേളമാണ് അവിടെ. ബാൻഡ് മേളത്തിൻ്റെ മത്സരം, അതിന് സമ്മാനം കൊടുക്കാൻ അതിൻ്റെ ഫൈനലിൻ്റെ സമയത്താണ് എന്നെ കൊണ്ടുപോകുന്നത്. ഈ തിങ്ങി നിറഞ്ഞ ആളുകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോകും. പക്ഷേ അവിടെ ഒരു പ്രശ്നവും ഇല്ലാതെ ആളുകൾ നിന്ന് ഇത് കാണും, ആസ്വദിക്കുകയാണ്, കേൾക്കുകയാണ്. അതിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് അത്ര വലിയ സൗണ്ടാണ് ഈ ബാൻഡ് മേളത്തിൻ്റെ. ഇത് ഡ്രമ്മിലിട്ട് അടിക്കുകയല്ലേ ഭയങ്കരമായിട്ട്. അവർക്ക് അങ്ങ് ഇഷ്ടമാണ്, നിന്നങ്ങ് തുള്ളുക സന്തോഷത്തോടു കൂടി. ഇപ്പോൾ ഇലഞ്ഞിത്തറ മേളത്തിന് കണ്ടില്ലേ, ആകാശത്തോട്ട് കൈ ഉയർത്തിയ ആളുകൾ നിന്ന് അവിടെ നിന്ന് അങ്ങ് ആസ്വദിക്കുന്ന നമുക്ക് കാണാം. അത് അവർക്ക് ശബ്ദം വലിയ ഇഷ്ടമാണ്. പിന്നെ അവരുടെ മൂന്നാമത് ഇഷ്ടം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, ആന. അതുപോലെ ഞാൻ വെളിച്ചത്തിൻ്റെ കാര്യം പറഞ്ഞു, അതിനി പറയാം. ആനയെന്ന് പറയുന്നത്, അവരുടെ ആനപ്രേമം എന്ന് പറയുന്നത് അത്ര നമുക്ക് ഊഹിക്കാൻ വയ്യാത്തതാണ്. അത്രയും ഇഷ്ടമാണ്. ഓരോ ആനകളെയും അവിടെ കൂടുന്ന പല ആളുകൾക്കും പേരെടുത്തറിയാവുന്നതാണ്. ഇന്ന ആന ആന്ന്. അതിപ്പോൾ നമ്മുടെ സിനിമാ നടൻ ജയറാമിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ജയറാം ഈ കേരളത്തെ ഏത് ആനയുടെ കാര്യം ചോദിച്ചാലും ജയറാം അതിൻ്റെ പേരും പറയും. പടം കാണിച്ചു കഴിഞ്ഞാൽ പറയും ഇന്ന ആനയാന്ന്, പേരും പറയും. കാരണം ആനപ്രേമം മൂത്ത ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെയുള്ളവർ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഈ വെടിക്കെട്ട്, ഈ ശബ്ദം ഇഷ്ടമെന്ന് പറയുന്നത് വെടിക്കെട്ടെന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആദ്യം സാമ്പിൾ വെടിക്കെട്ടാണ്. സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഫൈനൽ വെടിക്കെട്ടുമുണ്ട്. ഈ സാമ്പിൾ വെടിക്കെട്ടാണ് ഈ ഫൈനൽ വെടിക്കെട്ടിനെ കഴിയും വലുത്. അപ്പോൾ എന്നെ ഒരിക്കൽ ഈ പൂരത്തിൻ്റെ സംഘാടകർ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജില്ലാ ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ എൻ്റെ ഡിസ്ട്രിക്ട് ജഡ്ജസ് ബംഗ്ലാവിൽ വന്ന് എന്നെ വിളിച്ച്, എന്നെ ഫാമിലിയായിട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണോ, ഒരു കോപ്പറേറ്റീവ് സ്ഥാപനമാണ്, ഹോസ്പിറ്റൽ എന്നാണ് എൻ്റെ ഓർമ്മ. നേരെ എതിർവശത്താണ് ഇതിൻ്റെ ഈ തേക്കങ്കാട് മൈതാനത്തിൻ്റെ. അവിടെ ഞങ്ങൾ പോയി ഇതിൻ്റെ മുകളിലിരുന്നു. ഈ സാമ്പിൾ വെടിക്കെട്ട് കണ്ടു, ഞെട്ടിപ്പോയി കേട്ടോ. കാണാൻ നല്ലതാണ്, പക്ഷേ ഭീകരമാണ്, ഭയപ്പാടുണ്ടാവും. എനിക്ക് ഭയമാണ് ഉണ്ടായത്. മാത്രമല്ല, ഇതിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗണ്ട്, അത്ര വലിയ എക്സ്പ്ലോഷനാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അതേപോലെ തന്നെയാണ് ഇന്ന് ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്, ഈ തിരുവമ്പാടിക്ക് വേണ്ടി പടക്ക നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്ന ശാലകളാണ് ഈ 12 ഷെഡുകളെന്ന് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന മുണ്ടത്തിക്കോടിൽ ആ പാടത്തിൻ്റെ നടുക്ക്. അപ്പോൾ അവിടെ ഇന്ന് 3:30 മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്, എക്സ്പ്ലോഷൻ. അതിൽ ഏതാണ്ട് 40 ആളുകളിലധികം അവിടെ ഉണ്ടായിരുന്നു. അതിലാരോ 3-4 പേര് ആഹാരം കഴിക്കാനോ അങ്ങാണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി, തൊട്ടടുത്തുള്ള വീടായതുകൊണ്ട്. ബാക്കിയുള്ളവർ ദൂരെ നിന്നൊക്കെ വന്ന ആളുകളുണ്ട്. അതായത് ഇവിടുന്ന് എടപ്പാളിൽ നിന്നൊക്കെ വന്ന ആളുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പലയിടത്തുനിന്നും ആളുകൾ വരും. അവരൊന്നും ഈ ശമ്പളം ഉദ്ദേശിച്ചൊന്നും വരുന്നതല്ല, അവർക്കിത് ഒരു ഹരമാണ്, അതിന് വരുന്നതാണ്. അങ്ങനെ ജോലിക്ക് വന്നു. ഇന്ന് ഒരാൾ പറഞ്ഞ അനുസരിച്ച് 40 പൊതിച്ചോറ് അവർ, ചോറ് പൊതി 40 എണ്ണം വാങ്ങിയിരുന്നു. അതിൻ്റെ അർത്ഥം 40 പേര് ഏറ്റവും കുറഞ്ഞത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉച്ചയ്ക്ക്. അത് കഴിഞ്ഞ് 3:30-ക്കാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ഇത് കഴിഞ്ഞ് വലിയ താമസമില്ല ആഹാരത്തിന് ശേഷം. അതിഭയങ്കരമായ സ്ഫോടനമാണ് ഉണ്ടായത്. സ്ഫോടനം മാത്രമോ, അത് നോക്കുമ്പോൾ ഏതാണ്ട് 1/2 കിലോമീറ്റർ അകലെയുള്ള വീടുകളുടെ ജനൽ ചില്ലകളെല്ലാം തകർന്നു. അവർ വിചാരിച്ച വലിയ
സ്ഫോടനം ഉണ്ടായത് അവർ വിചാരിച്ചേക്കുന്ന അതിൻ്റെ ഇടിമുഴക്കം കേട്ടിട്ട് ആളുകളൊക്കെ വിചാരിച്ചത് ഭൂമികുലുക്കം വല്ലതും ഉണ്ടായെന്നാണ്. ആ രീതിയിലായിരുന്നു, അത്ര വലിയ പ്രകമ്പനമാണിത്. ഏതോ ഒരു ചെറുപ്പക്കാരൻ, അത് ഈ മരണസംഖ്യ കൂട്ടിയിട്ടില്ല അയാളത്, അയാൾ ബൈക്കിൽ ഇരുന്ന് വേറെ ഒരാളോടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു റോഡിൽ. ഈ സ്ഫോടനത്തിൽ ഒരു കോൺക്രീറ്റ് സ്ലാബ് തെറിച്ച് വന്നിട്ട് ഇയാളെ തലയിലിടിച്ച് മരിച്ചു. അപ്പോൾ അതും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. ഇതിൽ തന്നെ മരണമടയുന്നതാണ്. ഇവിടെ മരിച്ചേക്കുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ ആകെപ്പാടെ കണക്കാക്കിക്കുന്ന 13 മരണങ്ങളാണ് ഏതാണ്ട് സ്ഥിരീകരിച്ചേക്കുന്നത്. അതിൽ 7 പേരുടെ മാത്രമേ ഫുൾ ബോഡിയായിട്ടുള്ളൂ. ബാക്കി 6 പേരുടെ എന്ന് പറഞ്ഞാൽ ശരീരഭാഗങ്ങളാണ്. ചിലപ്പോൾ അത് ഒന്നിലധികം പേരുടെ ശരീരഭാഗങ്ങൾ ആയിരിക്കാം കാണുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അതിലെ പല, നമുക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് ഇത്രയും പേരെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തല വേണം. അപ്പോൾ തലയായിരുന്നെങ്കിൽ നമുക്ക് ആ തല എണ്ണിയിട്ട് നമുക്ക് തിരിച്ചറിയാം. പക്ഷേ ഇതത് മാർഗമില്ലല്ലോ. ഈ സതീഷ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ഇതിൻ്റെ ലൈസൻസി, അയാളും അതീവ ഗുരുതരാവസ്ഥയിലാണ്. 5 പേര് അവിടെ കിടക്കുന്ന, ഒരാൾ വെന്റിലേറ്ററിലാണ്. ബാക്കി ഈ 4 പേര്, അവിടെ ഉള്ള 4 പേര് ICU, ബേൺ ICUവിലാണ് കിടക്കുന്നത്. അവരുടെ പൊള്ളലെന്ന് പറയുന്നത് 70% മുകളിലാണ്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പൊള്ളലേൽക്കുന്നതുണ്ടല്ലോ, സാധാരണഗതിയിൽ 40% കൂടുതൽ പൊള്ളലുണ്ടെങ്കിൽ അത് യഥാർത്ഥ അതീവ ഗുരുതരം എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. അവരുടെ ലൈഫ് സേവ് ചെയ്യുന്ന അത്ര എളുപ്പമല്ല. ഒരു 50% മേളിൽ പൊള്ളലാണെങ്കിൽ നോക്കുക വേണ്ട. അപ്പോൾ ഈ 70% പൊള്ളൽ കിടക്കുന്നവരുടെ കാര്യം നിങ്ങൾ ഊഹിച്ചാൽ മതി. ഞാൻ എൻ്റെ ഈ പരിചയത്തിൽ നിന്ന് പറയുന്നതാണ്. അതായത് നമ്മുടെ മെഡിക്കോ ലീഗൽ ആസ്പെക്ട്സ് വെച്ച് ഞാൻ പറയുന്നതാണ്. അതനുസരിച്ച് നോക്കിയാൽ മെഡിക്കൽ ജൂറിസ്പ്രുഡൻസ് അനുസരിച്ച് ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ ഇത്രയും വളരെ ബുദ്ധിമുട്ടാണ്. ഈ സതീഷിന് പോലും, മുണ്ടത്തിക്കോട് സതീഷ്, അയാൾക്ക് ഏതാണ്ട് 70% മുകളിൽ പൊള്ളലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് തിരിച്ചു വരവ് എന്ന് പറയുന്നത്. എന്തായാലും വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. ഈ ഹോസ്പിറ്റൽ സോണാണ് ഇതിനടുത്തുള്ള അതിനടുത്തൊക്കെ, ഈ തൃശ്ശൂർ തന്നെ ഈ തെക്കുംകാട് മൈതാനിക്ക് അടുത്തൊക്കെ ഉള്ളത്. ഞാൻ ഈ പറഞ്ഞ പോലെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ ബാൽക്കണി ഇരുന്നാണ്, ഫ്രണ്ടിലോട്ടൊരു ബാൽക്കണി ഉണ്ട്. അവിടെ വളരെ വലിയ VIP മാത്രമേ അവിടെ ഇരിക്കാൻ അവർ പെർമിറ്റ് ചെയ്യാറുള്ളൂ. അന്ന് ലിമിറ്റഡ് സീറ്റ്സാണ്. അതിനകത്ത് നമ്മളെ കൊണ്ടിരുത്തി, എന്നെ ഫ്രണ്ടിലിരുത്തി ഇത് മുഴുവൻ കാണിച്ചു. നമ്മുടെ അടുത്ത് വന്ന് ഇത് പൊട്ടുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. കൈയെത്തിയാൽ തൊടാമെന്ന് നമുക്ക് തോന്നിപ്പോവും. ആ രീതിയിൽ അടുത്ത് പൊട്ടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള കുഴപ്പം എന്താ പറയുക, പലപ്പോഴും നമ്മൾ ഈ പൊട്ടാസ്യം നൈട്രേറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇത് ഉണ്ടാക്കുന്ന ആളുകൾ ഉപയോഗിക്കും. അതിൻ്റെ കാരണം വളരെ എക്സ്പ്ലോഷൻ, വലിയ ശബ്ദം ഉണ്ടാവണമെങ്കിൽ, ബ്ലാസ്റ്റിൽ വലിയ എക്സ്പ്ലോഷൻ ഉണ്ടാവണമെങ്കിൽ ഈ സാധനമൊക്കെ ഉപയോഗിക്കണം. ശബ്ദമില്ലെങ്കിൽ അവർക്ക് യാതൊരു താല്പര്യവുമില്ല, ശബ്ദം വേണം. അതാ ഞാൻ പറഞ്ഞത്, അത് തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. ഇപ്പം ഗർഭിണി സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് അബോർഷൻ വരെ ഉണ്ടാവാം ഇതിൻ്റെ ഈ സൗണ്ട്. അതായത് 120 ഡെസിമൽ മുതൽ 140 ഡെസിമൽ വരെയുള്ള ശബ്ദം ഇത് പലപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് പെർമിസിബിളായിട്ടുള്ള സൗണ്ട് ലിമിറ്റ് എന്ന് പറയുന്നത് 45 ഡെസിബലാണ് നമുക്ക് നോർമലായിട്ട് താങ്ങാൻ പറ്റുന്നത്. അതിൻ്റെ പുറത്തുണ്ടെങ്കിൽ താങ്ങാൻ പറ്റത്തില്ല. പിന്നെ നിയോനേറ്റൽ കെയറിലുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, ആ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ വലിയ ദോഷം ചെയ്യും ഇത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ശബ്ദം നിയന്ത്രിക്കണം. ഈ ബ്ലാസ്റ്റിംഗ് പവർ അത് വളരെ കുറയ്ക്കണം. ഇത് വിദേശങ്ങളിലൊക്കെ നമ്മൾ യാതൊരു അപകടങ്ങളും ഇല്ലാതെ ഈ ഫയർ വർക്ക്സ് നമുക്ക് കാണാമല്ലോ. അതെന്താ കാര്യം എന്നറിയോ? അവിടെ ഈ എക്സ്പ്ലോഷൻ അല്ല അവിടെ വരുന്നത്. അവർ ചെറിയ ടെമ്പററി ആയിട്ട് ടവർ പോലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വല്ല പൂക്കുറ്റി കത്തിച്ചു വിടുമല്ലോ, അതുപോലെ മേലോട്ട് വിടും. പല വിധത്തിൽ വിടാം, ആ രീതിയിൽ വിടും. അത് വലിയ എക്സ്പ്ലോഷൻ ഉണ്ടാക്കുന്ന കാര്യമല്ല. അപ്പം നമ്മൾ ഈ വാണം കത്തിച്ചു വിടത്തില്ലേ, നമ്മൾ ദീപാവലിക്കുമൊക്കെ ചെയ്യുന്നതാണ് പലരും. ഈ വാണമൊക്കെ വാങ്ങിച്ചിട്ട് കുഞ്ഞുങ്ങളെ കാണിക്കാൻ ഇത് കത്തിച്ചു വിടും മേലോട്ട്, അതങ്ങ് പോകും. അത് സൂക്ഷിച്ച് വിട്ടാൽ കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ വന്ന് വല്ലവരുടെയും പുരയുടെ മേളിലൊക്കെ വീണ് തീ പിടിക്കുന്നെങ്കിൽ വലിയ അപകടമാവും. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ
ആ രീതിയിലുള്ള മറ്റ് സംവിധാനങ്ങളാണ്, അത് നൂതന സംവിധാനങ്ങളാണ് അവരൊരുക്കുന്നത്. സൗണ്ട് ഇല്ലാതെ, വലിയ എക്സ്പ്ലോഷൻ ഇല്ലാതെ ഇത് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞ സാധനം എടുത്ത് അമുക്കുണ്ടല്ലോ, നമ്മുടെ കൈ കൊണ്ട് ഞെക്കാതെ പൊട്ടും, എക്സ്പ്ലോഷൻ ഉണ്ടാവും. ആ സാധനം അതെടുത്ത് എന്തെങ്കിലും ഒന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, അതുപോലെ എക്സ്പ്ലോഷൻ ഉണ്ടാവും. അതിനൊക്കെ ഇപ്പോൾ ഇന്ന് അതുപോലെ തന്നെ ഇന്ന് രാവിലെ അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയല്ലോ, അവരെന്ത് സൂക്ഷിച്ചാണ് ചെയ്തതെന്നറിയോ? സത്യമാണ്. അവരന്നിട്ട് പറയുന്നുണ്ട്, ക്യാമറയുടെ ഫ്ലാഷ് അടിക്കരുത്, അതുപോലെ മൊബൈലിൻ്റെ ഇത് വരരുത്, മൊബൈൽ ഫോണിൻ്റെ ഒന്നും വർക്ക് ചെയ്യിക്കരുത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. കാരണം അവർക്ക് അത്രയും ഇതിനെക്കുറിച്ച് അവബോധമുള്ള ആളുകളാണ്. പക്ഷെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇത്രയും വലിയ ചൂടുണ്ടല്ലോ പലപ്പോഴും ഈ വേനൽക്കാലം, ഏപ്രിലാണ് ഇത് കൂടുതലുണ്ടാകുന്നത്. അത് അത്രത്തോളം ചൂടാണ്. ആ ചൂട് താങ്ങാനൊന്നും ഇതിന് പറ്റത്തില്ല. പെട്ടെന്ന് ഏതാണ്ട് ഈ ചൂട് അട്രാക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് അങ്ങ് ബേണാവുന്നതാണ്. ബേണായിട്ട് ഈ 12 എണ്ണ ഈ ഷെഡുകൾ 11 എണ്ണവും അത് തകർന്നു. അത് വെറും ഒരു ടിൻ കൂമ്പാരമായിട്ട് അങ്ങ് മാറി, അതുപോലെ ആയിപ്പോയി. വേറെ ഒരെണ്ണം ബാക്കിയുള്ളത് ഭാഗികമായിട്ട് തകർന്ന് അതും തീയൊക്കെ പിടിച്ച ഒന്നുമില്ല അതിനകത്ത്. ഇതുപോലായി 3:30 തുടങ്ങിയ ആ എക്സ്പ്ലോഷൻ ഉണ്ടല്ലോ, അത് വീണ്ടും വീണ്ടും ഒരു 7:30 മണി 8 മണി വരെ ഒക്കെ അതിൻ്റെ എക്സ്പ്ലോഷൻ ഇങ്ങനെ തുടർ എക്സ്പ്ലോഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. കാരണം ഓരോന്നും അവിടെ കിടക്കുന്നത് വീണ്ടും വീണ്ടും പൊട്ടും. ഇവർ വന്നു, തീ അണയ്ക്കാനായിട്ട് ഫയർ ഫൈറ്റേഴ്സ് വന്നു. അവർ വന്ന് നോക്കിയപ്പോൾ അവർക്ക് അടുത്തോട്ട് എല്ലാം വയ്യ. എന്നാൽ പോലും അവർ വെള്ളം ചീറ്റുമ്പോഴൊക്കെ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഉള്ള അപകടങ്ങൾ നമ്മൾ എന്തിന് വിളിച്ചു വരുത്തുന്നു? ഈ ജീവിതങ്ങളുണ്ടല്ലോ, ചിന്നിച്ചിതറിയ ജീവിതങ്ങളല്ലേ ഇത്? ചിതറിത്തെറിച്ച ജീവിതങ്ങൾ ആണ് ഈ നമ്മളിവിടെ കണ്ടത്. ചിതറിത്തെറിച്ച മനുഷ്യ ശരീരങ്ങൾ. രാവിലെ ചിരിച്ച് കാര്യം പറഞ്ഞ ആ പലരുടെയും ശരീരഭാഗങ്ങൾ 500 മീറ്ററൊക്കെ അകലെയാണ് ആ പാടത്തു നിന്നൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വരുന്നത്. ഇനി അവരെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ DNA ടെസ്റ്റ് നടത്തണം, എന്നാൽ മാത്രമേ ഒക്കുള്ളൂ. മാത്രമല്ല, ഇനി 2 ദിവസമെങ്കിലും എടുക്കും. ഇതിന് പോയേക്കുന്ന ആളുകൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ അന്വേഷണം നാളെ മുതൽ വരും, ഇന്നാരെ കാണാനില്ല. അങ്ങനെ അറിയാൻ പറ്റുള്ളൂ. കാരണം ഇത് പൂർണ്ണമായും കത്തിപ്പോയവരെ പോലും നമുക്ക് അത് ഒന്നും സ്ഥിരീകരിക്കാൻ ഒക്കത്തില്ല. അല്ലെങ്കിൽ അതുപോലെ നോക്കണം അവിടെ. പിന്നെ രാത്രിയൊക്കെ ആയി, അവിടെ ഇപ്പം വേറെ മാർഗമില്ല പരിശോധനയ്ക്ക്. അങ്ങനെ ഇന്ന് നിർത്തി വച്ചേക്കാണ്. ഇനി നാളെ വീണ്ടും ഇതിൻ്റെ പരിശോധന നടക്കും. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ വളരെ വലിയ സംസ്കാരമുള്ളവരെന്നൊക്കെ പറയുന്നല്ലോ. ഞാൻ പറയുകയാണ്, നമ്മൾ എന്തിനാണ് ഈ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത്? ഈ അപകടങ്ങൾ നമുക്കൊന്ന് അവസാനിപ്പിച്ചൂടെ? ഈ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ കണ്ടപ്പോൾ തന്നെ അന്ന് 111 ജീവനുകളാണ് പൊലിഞ്ഞത്. അത് നമുക്കൊരു തിരിച്ചറിവുണ്ടാക്കേണ്ടതല്ലേ? ഇന്നിപ്പോൾ ഇവിടെ തേക്കുംകാട് മൈതാനിയിൽ നടക്കേണ്ടിയിരുന്ന ഈ സാമ്പിൾ വെടിക്കെട്ടിനും ഫൈനൽ വെടിക്കെട്ടിനും വേണ്ടി തിരുവാമ്പാടിക്ക് വേണ്ടി ചെയ്തതാണിത്. പാറമേക്കാവും തിരുവാമ്പാടിയും തമ്മിൽ ഈ കാര്യത്തിൽ വളരെ ആരോഗ്യകരമായ മത്സരമാണ് ഈ നടക്കുന്നത്. ഒരെണ്ണം കത്തിച്ച് വിട്ട് കഴിഞ്ഞാൽ അടുത്തത് ആൾ ഇടും. അത് കാണാൻ കൊള്ളാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ആ കാഴ്ചയ്ക്ക് വേണ്ടി ഈ അപകടങ്ങൾ വിളിച്ചു വരുത്തണോ? ഇതിവിടെ നിർമ്മാണം നടത്തുക എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ റിസ്ക്കാണ് എവിടെ ആയാലും. ഇതിപ്പോൾ ശിവകാശിയിലും ഒക്കെ സ്ഥിരം സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതാണ്. തമിഴ്നാട്ടുകാർക്ക് ഇതൊരു പ്രശ്നമേ ഇല്ല, കാരണം അവിടെ ഇത് ഒരുപാടുണ്ടാകും. ഇപ്പോൾ വിരുദനഗറിൽ തന്നെ ഈ ഏപ്രിൽ മാസത്തിലാണ് ഒന്ന് ഏപ്രിൽ 6-ാം തീയതി ആയിരുന്നു എൻ്റെ ഓർമ്മ ആദ്യത്തത്. രണ്ടാമത്തത് ഇപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ 19-ാം തീയതി. ഈ അപകടങ്ങൾ നമ്മൾ മടുത്തില്ലേ? ഇനി നമുക്കിത് വേണോ? മാത്രമല്ല, ഇതിൻ്റെ അപകടം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വളരെ വലിയ ഹെൽത്ത് ഹസാർഡാണ് ഇത്രയും വലിയ എക്സ്പ്ലോഷൻ. മാത്രമല്ല, ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് പണിയുന്നവർ ചെയ്യുന്ന പണി ഞാൻ പറഞ്ഞില്ലേ, അവർ ഇതിന് ചന്തം കൂട്ടാനും ശബ്ദം കൂട്ടാനുമായിട്ട് ഈ പറഞ്ഞ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇതിനകത്ത് യൂസ് ചെയ്യും. ഇനി അതൊക്കെ പരിശോധിച്ചാൽ മാത്രമേ കണ്ടുപിടിക്കാൻ ഒക്കുള്ളൂ. പരിശോധിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല, കാരണം സതീഷ് തിരികെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ ഈ അപകടത്തിന് ഒരു അറുതി വരുത്തണം, ചിന്തിക്കണം.